അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഷാജഹാൻ ദാരിമി, പനൂർ, തിരുവനന്തപുരം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഇന്നത്തെ പരിപാടി അള്ളാഹു എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കട്ടെ. അതിനുവേണ്ടി ഇതുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും പ്രവർത്തനങ്ങൾക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ബഹുമാന്യരായ തങ്ങളവറുകൾ സയ്യിദുൽ ഉലമ, നമ്മുടെ ഉമ്മത്തിൻ്റെ ഇന്നത്തെ ആവേശമായ മഹാനർ പങ്കെടുക്കില്ല എന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വളരെ നിരാശാജനകമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ പ്രവർത്തകർക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും സയ്യിദുൽ ഉലമ ശാരീരികമായി അവിടെ പങ്കെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത് എന്നതൊരു സത്യമാണ്. പക്ഷേ എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് അവിടെ വന്നാൽ സംസാരിക്കുന്ന പോലെ മഹാനർ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യും. മറ്റു ചില ആളുകൾ ചെയ്തതുപോലെ സമയത്ത് പലരെയും പേടിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. ചില ആളുകൾക്ക് ഇപ്പോഴാണ് ചിലരെക്കുറിച്ച് അവരില്ലെങ്കിൽ ഇത് നടക്കില്ല എന്നൊക്കെ ഇപ്പോഴാണ് തോന്നിയത്. അത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവാം. പക്ഷേ സയ്യിദുൽ ഉലമ തീർച്ചയായും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടകൻ മഹാനവറുകൾ തന്നെയാണ് എന്ന് സമസ്തയുടെ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു ഭാഗം എന്ന നിലയ്ക്ക് അന്തസ്സോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാൻ കഴിയും. ഏതായാലും വളരെ ചില മോശമായ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ചിലരുടെ രാഷ്ട്രീയ സ്വാധീനവും കുടുംബ മഹാത്മ്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടായ്മകളെയും തകർത്ത് എല്ലാം തങ്ങളുടെ പരിധിയിലാവണം, ഇവിടെ എല്ലാ കാര്യങ്ങളും തങ്ങൾ വഴിയേ നടക്കാവൂ എന്ന് വിചാരിക്കുന്ന ചില അല്പബുദ്ധികളാണ് ഇന്ന് സമുദായത്തിൻ്റെയും മറ്റും നേതൃത്വത്തിലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. അവരുടെ ഗൂഢമായ പദ്ധതികൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പൊളിയും, അള്ളാഹു അതൊക്കെ പൊളിക്കും. ഏതായാലും ഇൻഷാ അല്ലാഹ് പ്രവർത്തകരുടെ നിരാശ മാറ്റിവെച്ചുകൊണ്ട് ആവേശപൂർവ്വം ഇതിൽ പങ്കെടുക്കുകയും ഇനി അങ്ങോട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയ കോമരങ്ങൾക്കൊപ്പം തുള്ളുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ റോള് നിർവഹിച്ചാൽ മതി. സമുദായത്തിൻ്റെ ആത്മീയമായ പ്രശ്നങ്ങൾ, അതുപോലെ അവരുടെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതു കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം പണ്ഡിത സഭകൾക്കായിരിക്കും. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിത സഭകൾക്കായിരിക്കും, പണ്ഡിതന്മാർക്കായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു മുന്നറിയിപ്പും ഇന്നത്തെ സമ്മേളനം പ്രദാനം ചെയ്യുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂടുക എന്നത് പലരെയും ബേജാറാക്കിയിട്ടുണ്ട്. ആ ബേജാറാണ് പല പ്രചരണങ്ങളുടെയും കുപ്രചരണങ്ങളുടെയും അതുപോലെ പല വൃത്തികെട്ട പരിശ്രമങ്ങൾക്കും നിമിത്തമായി തീർന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ സൂര്യൻ ഉദിക്കേണ്ടതുണ്ട്. ഇനിയും നിലാവുകൾ ഒരുപാട് വരാനുണ്ട്. ഇനിയും ജലധാരകൾ ഒഴുകാനുണ്ട്. ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഏതായാലും അഹ്ലുസുന്നയുടെ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ആവേശമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത്, ആ ആവേശം ഒട്ടും ചോർന്നു പോകാതെ ധൈര്യസമേതം മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും നമ്മുടെ പക്ഷത്തായിരിക്കും. അള്ളാഹുവിൻ്റെ സഹായവും വിജയവും നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട അമലായി സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ആവേശത്തിനും അന്തസ്സിനും അഭിമാനത്തിനും ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.